നമസ്കാരം. സത്താൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്താൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് ക്രംസ് ആണ്. നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ഒന്നാണ് ബ്രെഡ് ക്രംസ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 10 സ്ലൈസ് നോർമൽ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഏത് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ബ്രൗൺ പാർട്ട് 4 സൈഡിലും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഈവണായിട്ട് അതൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് സൈഡ്സ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മളിത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. റഫായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഇത് നമ്മളിത് ഇനി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഈക്വലായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. റഫായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ബ്രെഡൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് നൈസായിട്ട് പൊടിക്കണമെന്നില്ല, ചെറുതായിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. നമ്മളിത് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ബ്രെഡൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തെരപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് നൈസാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ ഇനി നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇത് ചൂടാക്കിയെടുക്കുക. ചെറുതായിട്ട് സമയമെടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന്. പക്ഷേ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറം ഭാഗം മാത്രമേ അത് നന്നായിട്ട് മുരിഞ്ഞു വരുള്ളൂ, ഉൾഭാഗം അതുപോലെ മുരിയണമെന്നില്ല. സോ നമ്മൾ ഈക്വലായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പൊടിച്ചിട്ട് പിന്നീട് ഇതുപോലെ മുരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നന്നായിട്ട് ക്രിസ്പായി വന്നിട്ടുണ്ട്. ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ പോയിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതുപോലുള്ള ബ്രെഡ് ക്രംസ് ആയിട്ടുണ്ട്. സോ ഇത് അധികം കളർ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് വേറെ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹാപ്പി കുക്കിംഗ്.